അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, തസ്കിയയിലെ രണ്ടാമത്തെ ലെസൺ ത്വരീഖുൻ ഇലൽ ജിനാൻ, സ്വർഗത്തിലേക്കുള്ളതായ വഴി. സ്വർഗം ലഭിക്കണമെന്നുള്ളതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് രാത്രിയും പകലും അള്ളാഹുവിനു വേണ്ടി ഇബാദത്തുകൾ നടക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം അതിനൊക്കെ എത്രമാത്രം ഗൗരവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൽമ പഠിക്കുന്ന വ്യക്തിക്കുള്ളതായ ബഹുമാനവും ആദരവും ചെറുതല്ല. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വല്ലർളി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാം. തീർച്ചയായിട്ടും അല്ലാഹു തആല വാഹില അഹ്ലുകാരും കുല്ലിസമായി ആകാശത്തിലുള്ളതായ അഹ്ലുകാരും വൽ അർളി ഭൂമിയിലുള്ളതായ അഹ്ലുകാരും ഹത്തൽ ഹൂത് ഉറുമ്പ് വരെ മഅനം ലിൽ ഫലാ വിജനമായ മരുഭൂമിയിലെ ഉള്ളതായ ഉറുമ്പുകൾ വരെ. അപ്പൊ ഇത്ര ജീവികൾ, ഭൂമി ലോകത്തുള്ളതായ എല്ലാ ജീവികളും, അതിനു പുറമെ മരുഭൂമിയിൽ ഉള്ളതായ ഒന്നിനും കൊള്ളാത്തതായ ഉറുമ്പ് വരെയും കുല്ലു യുസല്ലി അവകളെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യാ ഹബീബോ, സ്നേഹിത, ഹലല്ലദീ ഒരുത്തൻ്റെ മേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുള്ള ഒരുത്തനക്ക് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ, ജനങ്ങൾക്ക് ഖൈറിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. മനുഷ്യർക്ക് നല്ല പഠനവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിനേക്ക് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇൽമ പഠിക്കുന്ന വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ യസ്ലുക്കു എന്നതിലേക്ക് വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളത്. വ്യത്യസ്തമായ അർത്ഥം എന്ന് പറഞ്ഞാൽ യസ്ലുക്ക് എന്നുള്ള ഇതിൻ്റെ പദാർത്ഥം പ്രവേശനം, പ്രവേശിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യബോധത്തോടു കൂടെയായിരിക്കണം ഇൽമു പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്ന വ്യക്തി. സ്വർഗത്തിലേക്ക് ഉള്ളതായ വഴിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 3ാമത്തെ ലൈനിൽ പറയുന്നത് ഇൽമു പഠിക്കുന്ന വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവേശനം യസ്ലുക്ക് എന്നുള്ളതിൻ്റെ പദാർത്ഥം ദഖല യദ്ഖുലു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കും, സലക യസ്ലുക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശനം എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെയുള്ള പ്രവേശനം അത് ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരിക്കണം. എനിക്ക് ആ കാര്യം നേടണമെന്നുള്ളതായ ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി പുറപ്പെടേണ്ടത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, സ്വന്തം ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തോടു കൂടിയായിരിക്കണം പുറപ്പെടേണ്ടത്. അങ്ങനെ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ച വ്യക്തി ഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സഹീല, അത്തരത്തിലുള്ള വ്യക്തികൾക്ക് സ്വർഗത്തിലേക്കുള്ളതായ വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. വമലായികുൻ തളഉൽ ജനാഹ ലഹു ഇദാ യസ്ആരി ദംബി മറമീ മുതഖബ്ബലാ. മലക്കുകളെ അതിൻ്റെ ചിറകുകളെല്ലാം ഈ വ്യക്തിക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുകയാണ്. ഇദാ യസ്ആരി ദംബി മറമീ മുതഖബ്ബലാ, ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതായ വ്യക്തി, അങ്ങനെയുള്ളതായ വ്യക്തിക്കാണ് അല്ലാഹു തആലയുടെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് അറിവുകൾ നേടുന്നതായ വ്യക്തി, അത്തരത്തിലുള്ളതായ വ്യക്തികൾക്ക് മലക്കുകളുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുകയാണ്.
ഒരു വ്യക്തി അറിവിൽ നിന്നുള്ള ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം 100 റക്അത്ത് നിസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈർ അദ്ദേഹം ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. മആനിൽ കലിമാത്ത്, ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം, നംല് ഉറുമ്പ്, ജനാഹ് ചിറക്, മറാം ഉദ്ദേശം, നാഫില സുന്നത്ത് നിസ്കാരം, തഅല്ലമ പഠിച്ചു, അല്ലമ പഠിപ്പിച്ചു, ഹസ്വല അറിവ് നേടി. ഫലാത്ത് എന്നതിൻ്റെ ജംആണ് ഫലാ മരുഭൂമി. അതേപോലെ തന്നെ ജന്നത്തുൻ എന്നതിൻ്റെ ജംആണ് ജിനാൻ സ്വർഗം. തദ്രീബാത്ത് നഖ്റ വായിക്കുക. സ്വല്ല യുസല്ലി സ്വലാത്തുൻ, സലക യസ്ലുകു സുലൂകുൻ, സഹല യുസഹിലു തസ്ഹീലുൻ, വളഅ യളഉ വളഉൻ, തഅല്ലമ യതഅല്ലമു തഅല്ലുമുൻ, സഅ യസ്അ സഅയുൻ. അടുത്ത പേജിലെ നഅയ്തുൽ ജുമൽ വാക്യങ്ങൾ നിർമ്മിക്കുക. കുല്ലു യുസല്ലി അലല്ലദീ സലക മൻ സലക ത്വരീഖൻ ഇൽമാം യളഉൽ മലായികുൽ ജനാഹ തഅല്ലമ തഅല്ലുമുൽ ബാബ മിൻ ഇൽമിൻ അല്ലമൽ ഖൈറൽ ഉനാസ. നദ്കുറു അദദൽ കലിമാത്ത് ഫീ കുല്ലി കലാമിൻ കമാ ഫിൽ മിസാൽ. തഅലീം ഇബാദത്ത് എന്ന് പറയുമ്പോൾ 2 കലിമത്തുകളാണ്. അൽ മലായികത്തു തളഉൽ ജനാഹ എന്ന് പറയുമ്പോൾ 3 കലിമത്താണ്. കുല്ലു യുസല്ലി അലാ മൻ അല്ലമൽ ഖൈർ എന്ന് പറയുമ്പോൾ 6 കലിമത്തും കൂടിയാണ്. 3 2 3 6. നക്തുൽ മാന അർത്ഥം എഴുതുക. ഹൂത്തുൻ ഇവിടെ ഉള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഹൂത്ത് എന്നതിൻ്റെ അർത്ഥം കൊടുത്തത് മത്സ്യം, ത്വരീഖുൻ വഴി, അതേപോലെ തന്നെ മറാമുൻ ഉദ്ദേശ്യം, നംലുൻ ഉറുമ്പ്, ജനാഹുൻ ചിറക്, ഫളുൻ ഔദാര്യം എന്നിങ്ങനെ അതിൻ്റെ മാനകളെ എഴുതി പൂർത്തിയാക്കാം. ഇതിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ലിത്അല്ലുമിൻ ബാബി മിൻ ഇൽമിൻ ഫളൻ ഉബയ്യൻ. ഒരു പാഠം പഠിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. എന്തേ കാരണം? അതിൻ്റെ വിശദീകരണം അവിടെ എഴുതാം. കുല്ലു യുസല്ലി യാ ഹബീബ്, ഓ സ്നേഹിത, ഈ പറഞ്ഞതായ നേരത്തെ പറഞ്ഞതായ എല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അലാമൻ ആരുടെ മേൽ? ഉത്തരം എഴുതുക. സുഹീല ത്വരീഖുൻ ഇലൽ ജിനാനി ലിമൻ, സ്വർഗത്തിലേക്കുള്ളതായ വഴി എളുപ്പമാക്കപ്പെടും ആർക്ക്? തളഉൽ മലായികു ജനാഹു ലിമൻ വലിമൻ, ആർക്ക് വേണ്ടിയാണ് മലക്കുകൾ അവരുടെ ചിറകുകളെ താഴ്ത്തി കൊടുക്കുക? എന്തേ കാരണം? തർജമയിലാലുപത്തിന നമ്മളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യണം. മലായികൻ തളഉൽ ജനാഹു ലഹു, അദ്ദേഹത്തിനൊക്കെ മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കും. കുല്ലു യുസല്ലി അലാ മൻ അല്ലമൽ ഖൈറൽ ഉനാസ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികൾക്ക് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നൽ ഇലാഹ വാഹില കുല്ലി സമായിഹി വൽ അർളി യുസല്ലൂന, ഇന്നൽ ഇലാഹ വാഹില സമായി വൽ അർളി യുസല്ലൂന, ആകാശഭൂമികളുള്ളതായ അഹ്ലുകാരും അല്ലാഹു തആലയും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫറാഗ് ഡാഷ് ഫില്ലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഇൽമിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന വിധത്തിൽ എഴുതുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.